ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മള് ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ, കുക്കിംഗ് അല്ലേ, ഒരു ഷേക്ക്, ഒരു വെറൈറ്റി ഒരു ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളൊരു ചോരക്കളിയാണ് കളിക്കാൻ പോകുന്നത് അല്ലേ? ചോരക്കളിയാണ് കളിക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അടുക്കളയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഐറ്റം, എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഐറ്റംസ് എല്ലാം റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസുകൾ 2 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്, പഞ്ചസാരയുണ്ട്, കാഷ്യൂനട്ട്, മുന്തിരി, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ബീട്രൂട്ട്. ഇന്ന് നമ്മൾ ബീട്രൂട്ട് വെച്ചാണ് ഒരു ചെറിയ ജ്യൂസ് അല്ലെങ്കിൽ ഷേക്കൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ ഇതിന് ഏലക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങിയാലോ? നമ്മളിതിന് മുന്നേ ക്യാരറ്റ് ചെയ്തിട്ടുണ്ട്, അതേമാതിരി തന്നെയാണ് പാലും ബീട്രൂട്ടും കൂടെ നമ്മൾ ഒന്നിച്ച് വേവിക്കുക. പിന്നെ ഏലക്കായും പഞ്ചസാരയൊക്കെ ഇട്ട് ഇനി അത് വെന്ത് വരാൻ നേരത്ത് പിന്നെ മിക്സിയിലിട്ട് ജാറിനകത്തിട്ട് അടിച്ച് ഷേക്ക് രൂപത്തിലെടുത്ത് പാല് പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. നമ്മൾ 2 പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്, 1 ലിറ്റർ പാല്. അപ്പോൾ അത് ഓരോരുത്തരുടെ അളവിനും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പാല് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളം എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? ഓക്കെ, വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ, പാക്കറ്റ് പാല് മാത്രമേ ഉള്ളൂ. പാല് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ബീട്രൂട്ട്, ഈ ഐറ്റം ബീട്രൂട്ട് പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി തിളച്ച് വരണം അല്ലേ? പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര മധുരം അനുസരിച്ചൊക്കെ ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് പഞ്ചസാര ഇടാവുന്നതാണ്. ഇനി ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് വരണം അല്ലേ? ഇനി ബീട്രൂട്ട് വേകണം. ഓക്കെ, ഇനി പാലിൽ കിടന്നിട്ട് ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബീട്രൂട്ട് പാലിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തിളച്ച് പൊങ്ങുന്നുണ്ട്. അങ്ങനെ പാലിൽ കിടന്ന് ബീട്രൂട്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ടോ കേട്ടോ. പാല് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഇത് തണുക്കാൻ വെക്കണം. ചൂട് മാറിയിട്ട് ജാറിലിട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മളിനി ഇത് തണുക്കാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ജാറിലിട്ടത് ജ്യൂസ് പോലെ ആക്കാൻ പോകുന്നത്. എന്താ അടുപ്പിൽ നിന്ന് എടുത്തോ. നമ്മൾ ബീട്രൂട്ടും പാലും തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച് വന്നപ്പോഴാണ് നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്തത്. ഇപ്പോൾ നല്ല രീതിയിൽ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മിക്സിയുടെ ജാറിലോട്ടിട്ട് അടിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, നമ്മൾ 2 സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ബീട്രൂട്ടും മിൽക്കും കൂടി മിക്സിയുടെ ജാറിലോട്ടിട്ട് ജ്യൂസ് പരുവത്തിൽ അടിച്ചെടുക്കാൻ പോവാണ്. ഇതിലേക്ക് കാഷ്യൂനട്ട് ഇടണ്ടേ? കാഷ്യൂനട്ടും മുന്തിരിയും കുറിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ജ്യൂസ് ആക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഐസൊക്കെ ഇട്ട് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. നമ്മുടെ ഗ്ലാസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ചോര ഷേക്ക് അല്ലെങ്കിൽ ബീട്രൂട്ട് മിൽക്ക് ഷേക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇച്ചിരി കാഷ്യൂനട്ടും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഭംഗിക്ക് വേണ്ടി ബീട്രൂട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഗ്ലാസ്സിന് മുകളിലോട്ട് ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതേ സെയിം സെറ്റപ്പിലാണ് കേട്ടോ നമ്മൾ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബീട്രൂട്ട് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഡെക്കറേഷൻ ചെറിയ ബീട്രൂട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ചുവന്ന കളറായിട്ട് വന്നിട്ടുണ്ട്.
ഇത് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ സെയിം ക്യാരറ്റിലാണ് നോക്കിയത്, ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ആയിരുന്നു. പിന്നെ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സംഭവം സൂപ്പറാണോ. നമുക്ക് ഈ ചൂട് കാലത്ത് തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സാധനമാണ് ബീട്രൂട്ട് മിൽക്ക് ഷേക്ക്. പ്രത്യേകിച്ച് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ബീട്രൂട്ടും കാഷ്യൂനട്ടും പാലുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സൗന്ദര്യത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ വെറൈറ്റി ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഉണ്ടാക്കിയ മെയിനാണ് അശ്വതി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും കേട്ടോ. സംഭവം നല്ലൊരു വെറൈറ്റി ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ചെറിയൊരു പായസത്തിന്റെ ഒരു ടേസ്റ്റ് പോലെ വരുന്ന കുഞ്ഞപ്പനും ബീട്രൂട്ട് മിൽക്ക് ഷേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. പായസത്തിന്റെ ടേസ്റ്റ് ഉണ്ടോ? മധുരമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ വലിയവർക്കും കുഞ്ഞി പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് നമ്മുടെ ബീട്രൂട്ട് മിൽക്ക് ഷേക്ക്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ചൂട് കാലത്ത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ബീട്രൂട്ട് മിൽക്ക് ഷേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ളവർ വീഡിയോക്ക് കാണുന്നത് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് മിൽക്ക് ഷേക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വന്നതായിരിക്കും. ബൈ.